ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ അടഞ്ഞതോടെ മഴവെള്ളം കടകളിലേക്ക് കയറി വൻ നാശനഷ്ടം. ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികളാണ് ദുരിതത്തിലായത്. അഴുക്കുചാലുകൾ അടഞ്ഞതും അശാസ്ത്രീയമായ പൈപ്പിടലുമാണ് പ്രതിസന്ധിക്ക് കാരണം. സംഭവത്തിൽ അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തി. പട്ടാമ്പി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപണം ഉയർന്നിരുന്നു. മഴ പെയ്തതോടെ ആരോപണങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാലും അഴുക്കുചാൽ അടഞ്ഞതുമാണ് വെള്ളം കയറാൻ കാരണം. മഴയിൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ പരിസരത്തു നിന്നുള്ള മഴവെള്ളം ബസ് സ്റ്റാൻഡിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉള്ളിലൂടെയാണ് ഒഴുകിയത്. മഴവെള്ളത്തില് മഴ പെയ്തപ്പോ റോട്ടിൽ കൂടെ വരുന്ന പോണ വെള്ളം അവിടെ ഒരു മുഴ കാരണം അത് തടഞ്ഞ് ഫ്രൂട്ട്സിലേക്ക് ഫുള്ള് കയറിയിട്ട് അവിടുന്ന് നേരെ തിരിഞ്ഞ് മൊത്തം കടറുള്ളിലേക്കാണ് കയറിയത്. കടറുള്ളിൽ കയറിയ സാധനം പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല, ഈ ഹൈറ്റ് ഉള്ളതാണ്. എന്നിട്ട് ഫുള്ള് ഞങ്ങള് വെള്ളം മുക്കിപ്പാർന്ന് പോയത്. പിന്നെ രാത്രി ഇതേമാതിരി പോകുമ്പോൾ ഞങ്ങൾ ഭയന്നിട്ടാ പോയിണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ വരാണല്ലോ, ഞങ്ങൾ തിരുമിട്ട് ദൂരമുള്ളതാണ്. അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കച്ചറ വെള്ളം ഒക്കെ ആയിട്ട് കുറെ സാധനം നശിച്ചിട്ടുണ്ട്. അടിയിലുണ്ടായിരുന്ന കുറെ ഇതുണ്ടായിരുന്ന വീഡിയോസ് ഉണ്ട്. ബസ് സ്റ്റാൻഡിനുള്ളിലെ പമ്പ് ഹൗസിൽ നിന്നുള്ള പൈപ്പിടലിന്റെയും ബസ് സ്റ്റാൻഡിന് മുന്നിൽ ക്വാറി വേസ്റ്റ് ഇട്ട് ഉയർത്തിയതും മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമായി. പൈപ്പിടൽ പ്രവൃത്തിയുടെ ഭാഗമായി 1.5 മാസത്തോളം കടകൾ അടച്ചിട്ടു. മഴക്കാലത്ത് ദുരിതം കൂടിയാൽ കടകൾ അടച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. ഇല്ല, ഇതിപ്പോ ഈ പണി തുടങ്ങിയിട്ട് ഇത് മാത്രല്ല, ഇത് മൊത്തം ഇവിടെ വരെ ഒരു കുഴി കുഴിച്ചിട്ട് 1 മാസത്തിന്റെ മേലെ ഇത് കഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഒരു കാര്യം തന്നെ. ഇവിടെ പഴയ ഇവിടെ കുറെ സിമെന്റും മണലും കൊടുത്ത് ഇവിടെ മുന്നിൽ കൊടുത്തിട്ടുള്ള ബൈക്കുകളും ഇതൊക്കെ വന്ന് അറിഞ്ഞിട്ട് എത്ര കാലം ചെയ്താൽ ഞങ്ങൾ ഇടങ്ങാറാണ്. ഇവിടെ ഒരു കുഴി 1.5 മാസമായി ഇവിടെ ഇതിന്റെ നടുവിലൊരു കുഴി കുഴിച്ചിട്ടിട്ട് ഈ ബസ് ഇങ്ങോട്ട് കയറാണ്ട് അധികം പോകും. നമുക്കൊരു എന്നിട്ട് അങ്ങനെ ഇട്ട് കുറെ കടന്നെ പൂട്ടിപ്പോണ്ട പോലെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയായി. കച്ചവടക്കാർക്ക് ഉണ്ടായ നഷ്ടം കരാറുകാരിൽ നിന്നും ഈടാക്കി നൽകണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി പറഞ്ഞു. ആ വെള്ളം മുഴുവനെ അവിടെ ആ ഫ്രൂട്ട്സ് കടയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നേരെ അപ്പുറത്തെ റെഡിമെയ്ഡ് കടയിലേക്ക് കയറുന്നൊരു ആ തുണിക്കടയിലേക്ക് ഇന്നലെ രാത്രി കംപ്ലീറ്റ് അടിയിലൊക്കെ കയറി ആകെ വെള്ളം കയറിയ പ്രശ്നമാണ്. ഇത് അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ KRFBയുടെ ഭാഗത്തു നിന്നുള്ളതാണ് വെച്ചാൽ അങ്ങനെ, അതിന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് വെച്ചാൽ തന്നെ കൃത്യമായിട്ട് അതിന്റെ അടിയന്തര പ്രാധാന്യത്തോടെ കൂടി ഈ വിഷയം കണ്ട് പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതാണ്. ഇത് 1ഉം 2ഉം തവണയല്ല, പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വാട്ടർ അതോറിറ്റി ഓഫീസിലാണ്. കാരണം ആ കടയ്ക്ക് സംഭവിച്ച നഷ്ടപരിഹാരം ആ എഞ്ചിനീയറുടെ അടുത്ത്, അത് ക്ഷമിക്കണം, ആ കോൺട്രാക്ടറുടെ അടുത്ത് വാങ്ങി കൊടുക്കാനുള്ള സംവിധാനം അടക്കം ചെയ്തേ പറ്റൂ. വാട്ടർ അതോറിറ്റി ചെയ്തേ പറ്റൂ. കാരണം ആ എഞ്ചിനീയർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്ടറുടെ പിടിപ്പുകേട് അവരുടെ കൃത്യമായിട്ടുള്ള അത് പ്രവർത്തിക്കാൻ പറ്റാത്ത അവരുടെ പ്രവൃത്തി കൃത്യമായിട്ട് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ഇന്നലെ ആ കടയിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ചെറിയ കടകളാണ്. ആ കടയുടെ ഉള്ളിലേക്ക് അത് ഈ വേറൊരു പ്രശ്നം കൊണ്ടല്ല, ഈ റോട്ടിൽ നിന്ന് വരുന്ന വെള്ളം നോർമലി ഒഴിഞ്ഞു പോകുന്നതിന് പകരം അവിടെ കോൺക്രീറ്റ് വേസ്റ്റ് പോയി കാലിന്റെ പണിക്കുന്നിട്ട് അതിന്റെ പൈപ്പ് ഇടുന്നതിന് വേണ്ടി മാന്തി എടുത്ത സ്ഥലത്ത് വീണ്ടും കോൺക്രീറ്റ് വേസ്റ്റ് ഇടാൻ പൊന്നിച്ചു. അവിടെ ഡംപായിട്ട് നിൽക്കുന്നുണ്ട്. ആ വെള്ളം അങ്ങനെ ഒരിക്കലും ഇങ്ങോട്ട് പറയില്ല, അത് നേരെ കടറുള്ളിലേക്ക് പോകും. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.